ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഉമേഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, നിലവിൽ കൊച്ചിയിലെ മഴയുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഉമേഷ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? വളരെ രൂക്ഷമായ വെള്ളക്കെട്ട് ഉള്ള ഒരു പ്രദേശത്താണ് ഞാനുള്ളത്. തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറ ഇടമ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഈ ദൃശ്യങ്ങൾ കാണാം. ഈ റോഡിൽ മുഴുവൻ വെള്ളമാണ്. ഇത് മഴക്കാലമായാലും ഒരു പ്രശ്നം ഉണ്ട്. ഈ തൃപ്പൂണിത്തുറ നഗരസഭ പരിധിയിലാണ് ഈ പ്രദേശം ഉള്ളത്. ഈ ഇടമ്പാടത്ത് ഈ പതിവായി ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. ഈ തൊട്ടടുത്ത വീടൊക്കെ നോക്കിയാൽ അറിയാം. ആ വീട്ടിലൊക്കെ വളരെയധികം വെള്ളം കയറിയിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ഒക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിലുള്ള പ്രശ്നമാണ് ഇവിടെയുള്ളവർ നേരിടുന്നത് എന്നുള്ളതാണ്. ഇത് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കടക്കം കാരണമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ തൃപ്പൂണിത്തുറ നഗരസഭാ പ്രദേശത്ത് മാത്രമല്ല, കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും ഇതേ രീതിയിൽ പലയിടത്തും വലിയ വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് വളരെ കൃത്യമായ മഴക്കാല മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ഫലം കാണുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ മഴക്കാല മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലൊക്കെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലുള്ള പദ്ധതികളൊക്കെ വിജയം കണ്ടു. അതിൻ്റെ ഭാഗമായി തന്നെ പലയിടത്തും ഈ പ്രശ്നം ഇല്ലാതെ അത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ വെള്ളക്കെട്ടില്ലാതെ നോക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ കാനകളിലൊക്കെ കാന ശുചീകരണമൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കിയതുകൊണ്ട്, മഴക്കാല മുന്നൊരുക്കം എന്നുള്ള നിലയിൽ പൂർത്തിയാക്കിയതുകൊണ്ട് മുൻ വർഷങ്ങളിലൊന്നും ഇങ്ങനെ വെള്ളക്കെട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ആളുകൾക്ക് വലിയ അത് സഹായകമായി എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. ഇതിനു മുൻപ് നിരവധി സമയം ഉണ്ടായിട്ടും കൃത്യമായി ആ മുന്നൊരുക്കം നടത്താൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പലയിടത്തും അതിരൂക്ഷമായ വെള്ളക്കെട്ട്. ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ തന്നെ അറിയാം, വീടുകളിലൊക്കെ വെള്ളം വീടിനകത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയുള്ള പല താമസക്കാരും ഒഴിഞ്ഞു പോകുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ്. ഇത് കൃത്യമായി അവർക്ക് മുൻകൂട്ടി നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ വെള്ളം ഒഴിഞ്ഞു പോകാവുന്ന സാഹചര്യം നേരത്തെ കൂട്ടി നഗരസഭ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് കാലാകാലങ്ങളായി അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇത്തവണ അത് അതിരൂക്ഷമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഈ പ്രദേശവാസികളോടൊന്ന് ചോദിക്കാം, ഇത് എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണോ ഭയങ്കരമായിട്ട് വെള്ളം വരാറുണ്ട്? തീർച്ചയായിട്ടും. ഇവിടെ കഴിഞ്ഞ വർഷം ഇത്രയും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അത് കോൺക്രീറ്റ് ആ പൈപ്പിൽ കോൺക്രീറ്റ് കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് കോടതി പെർമിഷൻ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി അത് അടച്ചു വെച്ച്, കാരണം എൻ്റെ വീടിൻ്റെ അകത്ത് കൂടി വെള്ളം വിടാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട്. ഇത് ഹൈക്കോടതി നിരന്തരം ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ കൈരളി, ഞാൻ വന്നിട്ടുണ്ട് റിപ്പോർട്ട് പണ്ട് ഒരിക്കൽ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒരു മിനിറ്റ് പറട്ടെ. പറഞ്ഞു പണ്ട് ഇത് കേസിന് ഒരുപാട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി അതിനെ അമസ് കസ്തൂരി വെച്ച് പൈപ്പിട്ട് വിധി കിട്ടി. ദേവൻരാമൻ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു വിധി. അത് പൈപ്പിട്ടു. അമസ് കസ്തൂരി മുനിസിപ്പാലിറ്റി ഇട്ട പൈപ്പാണ്. അപ്പോൾ 4 കൊല്ലത്തേക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത അയാൾ വീട് മേടിച്ചു. എന്നിട്ട് ഈ വെള്ളം പോണ വഴി പൈപ്പിട്ടത് അയാൾ കോൺക്രീറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ ദുരിതം ഞങ്ങൾക്ക്. അത് ഇത് ഇവിടെ എത്ര വീടുകളുണ്ട്? ഇപ്പോൾ 22ഓളം വീടുണ്ട്. ഇനിയിപ്പോൾ മുങ്ങി തുടങ്ങും. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ വീടല്ലേ ഇതാണ് തോടിൻ്റെ ഇത് പോർഷൻ. ഈ തോട് നേരെ പോകുന്നത് പുറംകായലാണ്. വെള്ളക്കിനാക്കൽ പനക്കൽ പുറമ്പോക്ക് തോടായിട്ടാണ് ബന്ധങ്ങളാണ്. അത് കരിങ്ക് വഴിയാണ്. ഈ കരിങ്കിലേക്കാണ് ആ പൈപ്പ് മുട്ടിച്ചേക്കണത്. ആ പൈപ്പാട് നേരത്തെ ഉള്ളതാണ്. തോട് കയ്യേറി വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ എവിടെ എന്ത് ചെയ്യും? വീട്ടിലൊക്കെ വെള്ളം കയറി മാറി താമസിക്കുമോ? ഇനിയിപ്പോൾ എന്നും ഞാനുള്ളിരിക്കും ചത്തോട്ടെന്ന് ഞാൻ പറഞ്ഞേക്കണത്. ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് പറഞ്ഞു. ഞാൻ അറിയിച്ചിട്ടുണ്ട് അവരെ. ഞാൻ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിന് സമാനം മുനിസിപ്പാലിറ്റി, ഇതിൻ്റെ ചെയർമാൻ, കൗൺസിലർ ആരൊക്കെ ഇതിൽ നിന്നേക്കെന്ന് വെച്ചാൽ അവർ സമാനം പറഞ്ഞു. എൻ്റെ ജീവൻ എനിക്ക് എന്താ തോന്നണം, എനിക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ആ നിലയിലായി മതിയായി. ഇതുങ്ങളെ ഒന്നും ചെയ്തില്ല, ഒരു പോള പോലും ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പറഞ്ഞേക്കണം എന്താ ഗ്രൂപ്പിലിട്ടേക്ക് ആര് കൗൺസിലർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഉള്ള കാര്യമാണ്. സത്യം കണ്ടില്ലേ നിങ്ങൾ? നോക്ക്, ഇത് നല്ല വെള്ളം പോവും. ആ പൈപ്പ് തുറന്നാൽ പോവും. അയാളുടെ പേരിൽ നടപടി എടുക്കണം സാർ. ശക്തമായിട്ട് വെള്ളം പോകുന്ന ഒരു കുഴലായിരുന്നു ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ അവർ കോൺക്രീറ്റ് കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഒരുവിധം വെള്ളം വാർന്നു പോകുന്ന ഒരു പൈപ്പായിരുന്നു. അത് നേരെ പനക്കൽ പ്രദേശത്തേക്ക് ചെന്നിട്ട് പുഴ വഴി അങ്ങനെ ഒഴുകി പോകുന്നതാണ്. അതൊരിക്കലും അടക്കാൻ പാടില്ലാത്തതാണ്.
അത് ഇവരിപ്പോൾ കോടതിയുടെ പെർമിഷൻ ഉള്ളതാണ്. ആ കോടതിയുടെ പെർമിഷനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കളക്ടർ ഇടപെട്ട് അത് തുറന്നു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. തീർച്ചയായും ഇതാണ് അവരുടെ ഒരു ദുരിതമാണ് പറഞ്ഞത്. മുനിസിപ്പാലിറ്റിയോടക്കം ഇത് പറഞ്ഞെങ്കിലും വലിയ വീഴ്ച അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് ഇവിടുത്തെ പരിസരവാസികൾ തന്നെ പറയുന്നു. അവർ വലിയ ബുദ്ധിമുട്ടിലാണ്, അവർ വലിയ സങ്കടം ഇപ്പോൾ നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ഒരുപാട് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ 22ഓളം വീടുകളിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇത് മഴക്കാലത്ത് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ്. ചേച്ചി, വലിയ ബുദ്ധിമുട്ട് ആയി അല്ലേ? വലിയ ബുദ്ധിമുട്ടായി. ഇത് കൂടുതൽ എന്താ ഞങ്ങൾ ഇനി അനുഭവിക്കാനുള്ളത്? ചേട്ടനാണെങ്കിൽ സുഖമില്ലാത്ത രോഗിയാണ്, 25 കൊല്ലമായി വീടിനകത്ത് പിടിയുന്നൊരു വയ്യാഴിക വന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം കണ്ടില്ലേ ഞങ്ങൾ നിൽക്കണേ. ഇതുപോലെയൊക്കെ നമുക്ക് സാരി കൊടുത്തൊക്കെ പുറത്തോട്ട് പോകാൻ പറ്റുമോ? മാത്രമല്ല അങ്ങനെ മാലിന്യ പ്രശ്നവുമല്ല, ആരോഗ്യ പ്രശ്നമുണ്ടോ? എല്ലാം ബാത്റൂമിൻ്റെ വെള്ളം എല്ലാം കൂടിയാണ് ഈ അകത്തേക്ക് വന്ന് കയറണം. നമ്മൾ കിടക്കുന്ന സ്ഥലമാണല്ലോ, അല്ലാതെ തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ ചവിട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ കിടക്കുന്ന സ്ഥാനത്തേക്ക് വെള്ളം കയറിയാൽ ഇപ്പം നീ നോക്ക്, ഇത്രയും കൂടെ ഇന്നത്തെ മഴയ്ക്കാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ അകത്തും വെള്ളം കയറും. കഴിഞ്ഞ വീട്ടിനകത്ത് വെള്ളം കയറി എന്താ ഇവിടുന്ന് മാറി താമസിക്കും? എങ്ങനെ ഞങ്ങൾ എവിടെ പോണേ? നമ്മൾ ഒരു ദിവസം 2 ദിവസം ബന്ധുക്കളുടെ വീട്ടിൽ ചെല്ലും. അത് കഴിയുമ്പോൾ പിന്നെ അവരുടെ മുഖം നമ്മൾ കാണേണ്ടി വരൂലേ? ഞങ്ങൾ ഇതിനകത്ത് തന്നെ നിൽക്കും. അതാണ്, മാറി താമസിക്കാൻ പോലും സ്ഥലമില്ലാത്ത പ്രശ്നമുണ്ട്. ഒരുപാട് വീടുകളിൽ ഇങ്ങനെ വെള്ളം കയറുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അത് നമുക്ക് മനസ്സിലാകും. തൃപ്പൂണിത്തുറയിലാണ് ഉള്ളത്. പലയിടത്തും വലിയ ആഴം ഉള്ള ഭാഗങ്ങളുമൊക്കെ ഉണ്ട് എന്നവർ പറയുന്നു. ഇത് മാലിന്യം അടക്കം കലർന്ന വെള്ളമാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇത് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. മഴക്കാല പൂർവ്വ ശുചീകരണം ചെയ്തില്ലെങ്കിലത്തെ അവസ്ഥ അത് നേരിട്ട് നമ്മൾ കാണുകയാണ്. ആര്യ, തീർച്ചയായും ഉമേഷ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ചുറ്റിലും വീടുകളുള്ള ഒരു പ്രദേശമാണ്. ഈ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ പ്രശ്നം കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകും. എന്തായാലും കോർപ്പറേഷന്റെ മഴക്കാല പൂർവ്വ ശുചീകരണം പാളി എന്നത് തന്നെയാണ് പ്രദേശവാസികളും നാട്ടുകാരും ആരോപിക്കുന്നത്. അതെ, ഇതിപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പ്രദേശമാണ്. BJP ഭരിക്കുന്ന തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയാണ്. അവിടെയും ഈ കൊച്ചി കോർപ്പറേഷനിലെ എങ്ങനെയാണോ പാളിയത് അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിലും അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തും. എവിടെയാണോ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ളത് അവിടെയെല്ലാം അത് മാറ്റി, പ്രത്യേകിച്ച് കോർപ്പറേഷൻ പരിധിയിലൊക്കെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ ഫലപ്രദമാകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം. വീടുകളിലൊക്കെ വെള്ളം കയറി എങ്ങോട്ടേക്ക് പോകും എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. അതുതന്നെയാണ് ഈ പരിസരവാസികളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത്.